Hello, welcome back. In this video, we are discussing IIT JAM Chemistry 2023 question paper solving. This is a series of videos. I have already uploaded 3 series of videos. In first series, 1 to 10 questions are solved. In second series, 11 to 15 questions we have discussed. In third series, 16 to 20 questions we have already discussed. In this video, it is series 4. We are going to discuss about the question number 21 to 30 questions. In this section, each question is carrying 2 marks. We are going to solve 21 to 25 questions. The 21st question, equal number of gas molecule A. രണ്ട് ഗ്യാസ് മോളിക്യൂൾസ് തന്നിട്ടുണ്ട്, എ ആൻഡ് ബി. ഈ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ മാസ് ആൻഡ് റേഡിയസ് ആർ ഓൾറെഡി ഗിവൺ. കൊളീഷൻ ഫ്രീക്വൻസി ഓഫ് ബി ടു എ, ബി ടു ബി അല്ല, ബി ടു എ, ഇതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ യു ഹാവ് ടു നോ വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് കൊളീഷൻ ഫ്രീക്വൻസി. കൊളീഷൻ ഫ്രീക്വൻസി കാണുന്ന ഇക്വേഷൻ ഇതാണ്: 1/√2 ഇൻറ്റു പൈ ആർ സ്ക്വയർ റൂട്ട് ഓഫ് 8RT ഡിവൈഡഡ് ബൈ പൈ എം ഇൻറ്റു എൻ സ്റ്റാർ. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് കൊളീഷൻ ഫ്രീക്വൻസി. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയണം, എന്നാൽ മാത്രമേ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. വേർ ആർ ഇസ് ദ റേഡിയസ് ഓഫ് ദ സ്പിയർ, എം ഇസ് ദ മാസ് ഓഫ് ദ സ്പിയർ, സ്പിയർ മീൻസ് ഹിയർ ഗ്യാസ് മോളിക്യൂൾ, ആൻഡ് എൻ ഇസ് ദി നമ്പർ ഓഫ് ദ ഗ്യാസ് മോളിക്യൂൾസ് പ്രസൻറ്റ്. അപ്പോൾ നമ്മൾക്ക് രണ്ട് ഗ്യാസ് മോളിക്യൂൾസ് ഉള്ളത്, എ ആൻഡ് ബി. ഫസ്റ്റ് ഐ ആം അപ്ലൈയിങ് ദിസ് ഇക്വേഷൻ ടു ദ ഗ്യാസ് മോളിക്യൂൾ ബി. നമുക്ക് റേഷ്യോ കാണേണ്ടത് ബി ടു എ ആണ്. അപ്പോൾ ഫസ്റ്റ് ഐ ആം ഫൈൻഡ് ഔട്ട് ദ കൊളീഷൻ ഫ്രീക്വൻസി ഓഫ് ദ ഗ്യാസ് ബി. 1/√2 പൈ, ഹിയർ ആർ പറഞ്ഞാൽ ബിയുടെ ആർ ഇസ് 2R, ദെൻ ആർ സ്ക്വയർ ഇസ് കൺവേർട്ടഡ് ഇൻ ടു 2R ഹോൾ സ്ക്വയർ, റൂട്ട് ഓഫ് 8RT ഡിവൈഡഡ് ബൈ പൈ എം. മാസ് ഓഫ് ദ ബി ഈസ് 2m into n star, number of molecule. This is the first equation. Then the collision frequency of A, 1/√2 pi r, radius of A is r square, root of 8RT divided by pi m. M is the mass of A into n star. ഇനി ഇതിൻ്റെ റേഷ്യോ കാണാമെന്ന് പറഞ്ഞാൽ 1/2. 1/2 കണ്ടു കഴിഞ്ഞാൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടാം. ഇതൊക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 2 സ്ക്വയർ 4 ആവും, ആർ സ്ക്വയർ ഗെറ്റിംഗ് ക്യാൻസൽഡ്, 8 റൂട്ട് ഓഫ് 8RT getting cancelled, root of 1/pi, root of 1/pi getting cancelled. എല്ലാം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുക ലാസ്റ്റിൽ 4/√2 ആണ്. 4നെ നമ്മൾക്ക് 2 × 2 ഡിവൈഡഡ് ബൈ √2 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ √2 √2 ടൈംസ് പോകും. അപ്പോൾ ഇതിന് 2√2 ഡിവൈഡഡ് ബൈ 1. അപ്പോൾ 2√2 ഡിവൈഡഡ് ബൈ 1 വിച്ച് ഈസ് ദ ആൻസർ. ദിസ് ഈസ് ദ റേഷ്യോ ഓഫ് ദി കൊളീഷൻ ഫ്രീക്വൻസി ഓഫ് ദ ഗ്യാസ് ബി ടു എ. Suppose you have understand. Next question is, for the given elementary reaction, the steady state concentration of X is. This is also the question from physical chemistry kinetics. അപ്പോൾ ഇവിടെ നോക്ക്, നിങ്ങൾ ഒരു റിയാക്ഷൻ, ഫസ്റ്റ് റിയാക്ഷൻ ഇസ് 2P ഗിവിങ് X. ഇതിൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ് K1 തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷന് ഞാൻ ഗിവിങ് ദ നമ്പർ 1. അപ്പോൾ എക്സ് ഈസ് ഫോംഡ് ഹിയർ. സെക്കൻഡ് സ്റ്റെപ്പ് നോക്ക്, എക്സ് ഡീകമ്പോസ് ചെയ്തിട്ട് ക്യൂ ആൻഡ് ആർ ആവാണ്. റേറ്റ് കോൺസ്റ്റൻറ്റ് K2. എക്സ് ഈസ് ഡീകമ്പോസ്ഡ് ടു, അല്ലെങ്കിൽ എക്സ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ക്യൂ ആൻഡ് ആർ. റേറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് K2. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നോക്കി, ഇത് ഇക്വിലിബ്രിയം റിയാക്ഷൻ ആണ്. ആർ ആൻഡ് ക്യൂ കമ്പൈൻ ടുഗദർ ടു ഫോം എക്സ് ആൻഡ് ഇറ്റ്സ് റേറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് K3. അപ്പോൾ ക്യൂ പ്ലസ് ആർ, റേറ്റ് കോൺസ്റ്റൻറ്റ് K3, എക്സ് ഈസ് ഫോംഡ്. നെക്സ്റ്റ് ഇവിടെ വേറൊരു സ്റ്റെപ്പ് കൂടി ഉണ്ട്. എക്സ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു എസ്, റേറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് K4. അപ്പോൾ ഇതാണ് ഈ ഇക്വേഷൻ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞ് എഴുതിയാൽ കിട്ടുന്ന ഇക്വേഷൻസ്. 4 ഇക്വേഷൻസ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇക്വേഷൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ എക്സ് ഈസ് ദ ഇൻ്റർമീഡിയറ്റ്. എക്സ് ഫോം ചെയ്യുന്നു, ആ ഫോം ചെയ്ത് എക്സ് റിയാക്ട് ചെയ്തിട്ട് വേറെ പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഇൻ്റർമീഡിയറ്റ്, റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വി ആർ കൺസിഡറിങ് എക്സ് ഈസ് ദ റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ്. ഈ റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ് എക്സ് ഫോം ചെയ്യുന്നു, അതേപോലെ എക്സ് ഫോം ചെയ്യുന്നു. അപ്പോൾ അറ്റ് ഫൈനൽ സ്റ്റെപ്പ് റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എക്സിനെ കാണാനുള്ള പ്രോബബിലിറ്റി 0 ആയിരിക്കും. അതാണ് നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് കോൺസെൻട്രേഷനിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈയിങ് സ്റ്റഡി സ്റ്റേറ്റ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും സ്റ്റഡി സ്റ്റേറ്റ് കോൺസെൻട്രേഷൻ അപ്ലൈ ചെയ്യാം റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റിനാണ്. അപ്പോൾ ഇവിടുത്തെ റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ് എക്സ് ആണ്. അപ്പോൾ വി ആർ അപ്ലൈയിങ് സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ പറഞ്ഞാൽ dx/dt. അറ്റ് എ പർട്ടിക്കുലർ ടൈമിൽ എക്സിനെ കാണാനുള്ള പ്രോബബിലിറ്റി dx/dt. അപ്പോൾ ഇത് നോക്ക്, ഫസ്റ്റ് സ്റ്റെപ്പിൽ എക്സ് ഈസ് ഫോംഡ്. അപ്പോൾ എക്സിനെ കാണാനുള്ള പ്രോബബിലിറ്റി പോസിറ്റീവ് ആണ്.
അപ്പോൾ K1 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് പി സ്ക്വയർ ഇതിൻ്റെ റേറ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എക്സ് റിയാക്ട് ചെയ്യാണ്, അപ്പോൾ എക്സിൻ്റെ കോൺസെൻട്രേഷൻ കുറയാണ്, അപ്പോൾ മൈനസ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ എക്സിൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയാണ്, സെക്കൻഡ് സ്റ്റെപ്പിൽ എക്സിൻ്റെ കോൺസെൻട്രേഷൻ കുറയാണ്, അപ്പോൾ -K2 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എക്സ്. തേർഡ് സ്റ്റെപ്പിൽ എക്സ് ഫോം ചെയ്യാണ്, അപ്പോൾ എക്സിൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയാണ്, അപ്പോൾ പ്ലസ് K3 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Q ഇൻറ്റു ആർ. ഫോർത്ത് സ്റ്റെപ്പിൽ എക്സിൻ്റെ കോൺസെൻട്രേഷൻ എഗെയിൻ കുറയാണ്, അപ്പോൾ -K4 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എക്സ്. ഇനിയാണ് നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ എടുക്കുന്നത്. അപ്പോൾ എക്സ് ഈസ് ദ റിയാക്ഷൻ ഇൻ്റർമീഡിയറ്റ്. എത്ര എക്സ് ഫോം ചെയ്യുന്നുണ്ട് അത്രയും എക്സ് റിയാക്ട് ചെയ്തിട്ട് പ്രോഡക്റ്റായിട്ട് ഫോം ചെയ്യുന്നു. അപ്പോൾ എക്സിൻ്റെ കോൺസെൻട്രേഷൻ ഫൈനൽ സ്റ്റേജിൽ ഇവിടെ 0 ആണെന്ന് നമ്മൾ എടുക്കുന്നത്, dx/dt. അപ്പോൾ എത്ര എക്സ് ഫോം ചെയ്യുന്നത് അത്രയും എക്സ് റിയാക്ട് ചെയ്യുന്നതിനുള്ള കൺസിഡറേഷനിൽ dx/dt റേറ്റ് ഓഫ് ഈ എക്സിൻ്റെ റിയാക്ഷൻ റേറ്റ് അല്ലെങ്കിൽ എക്സിനെ കാണാനുള്ള പ്രോബബിലിറ്റി ഈസ് ടേക്കിംഗ് ആസ് 0. അപ്പോൾ dx/dt ഈസ് ഈക്വൽ ടു 0. ഇത് നമ്മൾ ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവിനെല്ലാം ഒരു സൈഡിലെടുക്കാം, നെഗറ്റീവിനെല്ലാം ഒരു സൈഡിലെടുക്കാം, എല്ലാം പോസിറ്റീവ് ആവും. ഫ്രം ദിസ് വി ആർ ഗെറ്റിംഗ് ദ കോൺസെൻട്രേഷൻ ഓഫ് എക്സ് ആസ് K1 കോൺസെൻട്രേഷൻ ഓഫ് പി സ്ക്വയർ പ്ലസ് K3 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Q ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ആർ ഡിവൈഡഡ് ബൈ K2 പ്ലസ് K4. The answer is EA. ഇത് എളുപ്പമാണ്, സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ അപ്ലൈ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. The next question is question number 23. The separation in nanometer of 134 planes of an orthorhombic unit cell with the parameters A equal to 0.5 nanometer, B equal to 0.6 nanometer and C equal to 0.8 nanometer is. അപ്പോൾ A not equal to B not equal to C. A not equal to B not equal to C പറഞ്ഞാൽ it is an orthorhombic unit cell. Orthorhombic unit cell ആണ് നമ്മൾക്കറിയാം. Orthorhombic unit cellൻ്റെ the separation between the planes നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ 1/d², d is the separation between the planes is equal to h²/a² plus k²/b² plus l²/c², where HKL are the HKL പറഞ്ഞാൽ നമ്മുടെ ഈ പ്ലെയിനിൻ്റെ മില്ലർ ഇൻഡസിസ് ആണ്. പ്ലെയിനിൻ്റെ മില്ലർ ഇൻഡസിസ് HKL, പ്ലെയിനിൻ്റെ മില്ലർ ഇൻഡസിസ്. ABC ആർ ദ സെപ്പറേഷൻ. ഇവിടെ എയും ബിയും സിയും തന്നിട്ടുണ്ട്. പ്ലെയിനിൻ്റെ മില്ലർ ഇൻഡസിസ് 134 തന്നിട്ടുണ്ട്, HKL 134 തന്നിട്ടുണ്ട്. നമ്മളതിന് ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നിങ്ങൾക്ക് സയൻറ്റിഫിക് കാൽക്കുലേറ്റർ എക്സാമിന് യൂസ് ചെയ്യാൻ പറ്റും. ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി ആർ ഗെറ്റിംഗ് D as 0.136. The answer is B. Next question is the transition. It is from inorganic chemistry. The transition metal M complex that can have all isomers, geometric isomers, linkage isomers and ionization isomers. ഇതിൽ ABCD എന്നുള്ള 4 ഓപ്ഷനിൽ which isomer is giving geometric isomers, linkage isomers and ionization isomers എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ആദ്യം ലിങ്കേജ് ഐസോമറിസം എടുക്കാം. അപ്പോൾ സപ്പോസ് ഒരു കോംപ്ലക്സ് ലിങ്കേജ് ഐസോമറിസം കാണിക്കണമെങ്കിൽ in order to exhibit linkage isomerism there should be a ligand. എങ്ങനെയുള്ള ലിഗാൻഡ് എന്ന് വെച്ചാൽ ദാറ്റ് ലിഗാൻഡ് ഷുഡ് ബി എ ആംബിഡെൻറ്റേറ്റ് ഓർ ബൈഡെൻറ്റേറ്റ് ലിഗാൻഡ്. ആംബിഡെൻറ്റേറ്റ് 2 or more ഡോണർ ഐറ്റംസ് ഉള്ള ഒരു ലിഗാൻഡ് വേണം. നമ്മൾ ഈ തന്ന ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഇതിൽ 2 or more ഡോണർ സൈഡ്സ് ഉള്ള ലിഗാൻഡ് ഈസ് തയോസൈനൈഡ്, SCN ആണ്. SCNൽ എസിനും ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും, നൈട്രജനും ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ SCN ഈസ് എ ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡ്, ബൈഡെൻറ്റേറ്റ് ലിഗാൻഡ്. ഇവിടെയൊക്കെ നോക്കി ക്ലോറിൻ ആണുള്ളത്, ഇവിടെ അമോണിയ വാട്ടറൊക്കെ ഉള്ളത്, ഇതൊക്കെ മോണോഡെൻറ്റേറ്റ് ലിഗാൻഡ് ആണ്. അപ്പോൾ SCN ആണ് ഇവിടെ ബൈഡെൻറ്റേറ്റ് ലിഗാൻഡ് അല്ലെങ്കിൽ ആംബിഡെൻറ്റേറ്റ് ലിഗാൻഡ്. അപ്പോൾ ലിങ്കേജ് ഐസോമറിസം കാണിക്കാൻ പോസിബിലിറ്റി ഇല്ല 2 ഓപ്ഷൻസ്, ഓപ്ഷൻ A ആൻഡ് ഓപ്ഷൻ D ആയിരിക്കും. അതിലാണ് ഇനി നമ്മൾക്ക് അറിയേണ്ടത് ജോമെട്രിക്കൽ ഐസോമറിസം ആണ്. ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കുക കോമ്പൗണ്ട് വിത്ത് ഈ എല്ലാ ഓപ്ഷൻസും നോക്കുകയാണെങ്കിൽ ഓൾ ദ ഓപ്ഷൻസ് ആർ ഇൻ ദ ജനറൽ ഫോർമുല MA4B2. MA4B2 ഉണ്ടെങ്കിൽ ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കും, സിസ്റ്റൈൻസ് ഐസോമറിസം കാണിക്കും. അപ്പോൾ എല്ലാ കോംപ്ലക്സും സിസ്റ്റൈൻസ് ഐസോമറിസം കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി നെക്സ്റ്റ് ഉള്ളത് അയോണൈസേഷൻ ഐസോമറിസം ആണ്. അയോണൈസേഷൻ ഐസോമറിസം എന്ന് പറഞ്ഞാൽ അയോൺസ് ഫോം ചെയ്യണം. അപ്പം നമ്മൾ B and C ഇവിടെ ഒമിറ്റ് ചെയ്തു, കാരണം അവിടെ ബൈഡെൻറ്റേറ്റ് ലിഗാൻഡ് ഇല്ല. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എയും ഡിയും ആണ്. സപ്പോസ് നിങ്ങൾ D നോക്കും, ഡിയിൽ നോക്കുകയാണെങ്കിൽ ഇൻ ദി കോർഡിനേഷൻ സ്പിയറിൻ്റെ ഇൻസൈഡിൽ ദർ ആർ 2 ligands, അമോണിയ ആൻഡ് വാട്ടർ. ബോത്ത് ആർ ന്യൂട്രൽ ലിഗാൻഡ്, നോൺ അയോണൈസിങ് ലിഗാൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ദിസ് കോമ്പൗണ്ട് ഈസ് നോട്ട്
undergoing any ionization. നിങ്ങൾ എയിലേക്ക് വരികയാണെങ്കിലും ഇൻ കോർഡിനേഷൻ സ്പിയർ എമ്മിൻ്റെ കൂടെ ഉള്ളത് അമോണിയ ആൻഡ് ബ്രോമിൻ ആണ്. അമോണിയ ഈസ് എ ന്യൂട്രൽ ലിഗാൻഡ് ആണ്. ബ്രോമിൻ പറഞ്ഞാൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ലിഗാൻഡ് ആണ്. പറഞ്ഞാൽ ദിസ് കോമ്പൗണ്ട് ഈസ് അണ്ടർഗോയിങ് അയോണൈസേഷൻ. എ മാത്രമേ അയോണൈസേഷൻ ഐസോമറിസം കാണിക്കൂ സിൻസ് ബി ആർ ഈസ് ഇൻസൈഡ് ദി കോർഡിനേഷൻ സ്പിയർ. Therefore the answer is A. The next question is the geometry of vanadium oxyacetyl acetate is. വനേഡിയം ഓക്സി അസറ്റൈൽ അസറ്റേറ്റ് ഈസ്. അപ്പോൾ നമ്മൾക്കറിയാം അസറ്റൈൽ അസറ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. അസറ്റൈൽ അസറ്റേറ്റ് എന്ന് പറഞ്ഞാൽ ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. അപ്പോൾ 2 അസറ്റൈൽ അസറ്റേറ്റ് ഉണ്ട്. അപ്പോൾ 2 അസറ്റൈൽ അസറ്റേറ്റും കൂടെ 4 കോർഡിനേഷൻ ബോണ്ട് ഫോം ചെയ്യും വിത്ത് വനേഡിയം. 2 അസറ്റൈൽ acetates are here. These 2 acetates are forming 4 coordinate bonds with vanadium. അപ്പോൾ കോർഡിനേഷൻ നമ്പർ 4 ആയി. പിന്നെ ഒന്നുള്ളത് ഓക്സിജൻ ആണ്. ഓക്സിജൻ ഒരു ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ ടോട്ടൽ കോർഡിനേഷൻ നമ്പർ ഈസ് 5. ടോട്ടൽ കോർഡിനേഷൻ നമ്പർ 5 ആണെങ്കിൽ നമ്മൾക്ക് രണ്ട് ഷേപ്പാണുള്ളത്. ഒന്നിക്കൽ സ്ക്വയർ പിരമിഡ് ആവാം, അല്ലെങ്കിൽ ട്രൈഗണൽ ബൈ പിരമിഡ് ആവാം. ഇവിടെ അസറ്റേറ്റ് ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ആയതുകൊണ്ട് തന്നെ 4 പൊസിഷൻ ഫിക്സഡ് ആണ്. 4 പൊസിഷൻ ഫിക്സഡ് ആകുമ്പം ഇറ്റ്സ് ഷേപ്പ് ഷുഡ് ബി സ്ക്വയർ പിരമിഡ് ആയിരിക്കും. സ്ക്വയർ പിരമിഡ് ആണ്. അപ്പോൾ ഹിയർ വി ഡിസ്കസ്ഡ് അബൌട്ട് 20 to 25 ക്വസ്റ്റ്യൻസ്. ഇവിടെ നമ്മൾ 20 to 25 ക്വസ്റ്റ്യൻസ് വരെ ഡിസ്കസ് ചെയ്തു. ഐ തിങ്ക് യു അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.